السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. أما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, നമ്മുടെ ഫിഖ് ക്ലാസിൻ്റെ 17ാമത്തെ ക്ലാസ്സാണിത്. ഫാത്തിഹയുടെ അക്ഷരങ്ങളും ഷദ്ദുകളും അതിൻ്റെ ഹർക്കത്തുകളും ഫാത്തിഹയുടെ തർത്തീബും ശ്രദ്ധിക്കണമെന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഉണർത്തി. ഇനി ഫാത്തിഹ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട 5ാമത്തെ നിബന്ധനയാണ് നമ്മുടെ മുസന്നിഫ് കിതാബിൽ പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കാൻ എളുപ്പത്തിന് വിഷയം എന്താണെന്ന് ആദ്യമായി ഞാൻ പറഞ്ഞുതരാം. 5ാമത്തെ നിബന്ധന മുവാലാത്തു ബൈന കലിമാത്തിഹ, ഫാത്തിഹയുടെ വാചകങ്ങൾക്കിടയിൽ തുടർച്ച ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഫാത്തിഹയിലെ 1ാമത്തെ ആയത്തോതിയ ഉടനെ തന്നെ 2ാമത്തെ ആയത്തോതിയിരിക്കണം, 2ാമത്തെ ആയത്തോതിയ ഉടനെ തന്നെ 3ാമത്തെ ആയത്തോതിയിരിക്കണം. അങ്ങനെ ഫാത്തിഹയിലെ 7 ആയത്തും ഒരായത്ത് കഴിഞ്ഞാൽ വൈകാതെ തന്നെ അടുത്ത ആയത്തോതി അങ്ങനെ ഓതി പൂർത്തിയാക്കണം. മനഃപൂർവ്വം ഒരാൾ ദീർഘമായി ഉണ്ടാതിരുന്നു ഫാത്തിഹ ബാത്തിലാകും, അതുവരെ ഓതിയ ഫാത്തിഹ ബാത്തിലാകും. അതല്ലെങ്കിൽ ഫാത്തിഹയുടെ ആയത്തുകൾക്കിടയിൽ ഫാത്തിഹയുമായി ബന്ധമില്ലാത്ത ഏതെങ്കിലും ദിക്റുകളോ മറ്റു ആയത്തുകളോ ഇടയിൽ ഓതുകയോ ചൊല്ലുകയോ ചെയ്താലും ഫാത്തിഹ ബാത്തിലാകും. പക്ഷേ തൻ്റേതല്ലാത്ത കാരണത്താൽ ചൊല്ലിയതാണെങ്കിൽ കുഴപ്പമില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇമാമിന് വേണ്ടി മഅ്മൂമായി നിൽക്കുമ്പോൾ ഇമാമിനോട് നമുക്ക് ചില കടമകളും കടപ്പാടുകളൊക്കെ ഉണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഇമാമ ഫാത്തിഹയ്ക്ക് ആമീൻ പറയുമ്പോൾ ആമീൻ എന്ന് ഇമാമിൻ്റെ കൂടെ പറയല്. അത് നമുക്ക് വലിയ കൂലുള്ള കാര്യം കൂടെയാണ്. ഇമാമിൻ്റെ കൂടെ ആമീന് യോജിച്ചു കഴിഞ്ഞാൽ ഇമാമിൻ്റെ കൂടെ അള്ളാഹുവിൻ്റെ മലായിക്കത്തും ആമീൻ പറയുമെന്നാണ്. അപ്പോൾ ആ മലക്കുകളുടെ ആമീനും നമ്മുടെ ആമീനും ഒക്കെ ഒരുമിച്ചാകുമ്പോൾ അതിൻ്റെ സ്വീകാര്യതയ്ക്ക് സാധ്യത കൂടുതലാണ്. അപ്പം അതുകൊണ്ട് ജമാഅത്തായി കിട്ടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു സുവർണാവസരമാണ് ഇമാമിൻ്റെ കൂടെ ആമീൻ പറയുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇമാമിൻ്റെ വലദ്ദാല്ലീൻ എത്തിയതെങ്കിൽ അപ്പോൾ ഇമാമിൻ്റെ കൂടെ ആമീൻ പറഞ്ഞു വിളിച്ചിട്ട് കുഴപ്പമില്ല. ഇതുപോലെ ഇമാമ് വല്ലതും മറന്നു, അല്ലെങ്കിൽ ഇമാമ് സൂറത്ത് ഓതുന്നതിൻ്റെ ഇടയിൽ ഇമാമിന് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചു, അങ്ങനെ നമ്മൾ ഇമാമിന് വന്ന പിഴവ് ശരിയാക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഇമാമ് സജ്ദയുടെ ആയത്തോതിയിട്ട് ഇമാമിന്റെ കൂടെ സജ്ദയുടെ സുജൂദ് ചെയ്യാൻ പോയതാണ്. ഇമാമ് സൂറത്ത് ഓതുന്ന സമയത്ത് ആ സൂറത്തിൽ പ്രത്യേകം ദുആ ചെയ്യേണ്ട ചില ആയത്ത് വന്നതാണ്. അപ്പോൾ നമ്മൾ ഇമാമിന്റെ ആ ഒരു പാരായണത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മൾ ദുആ ചെയ്തതാണ്. അങ്ങനെ ഇമാമിന്റെ ഖിറാഅത്തുമായി ബന്ധപ്പെട്ട് ഇമാമിന് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട പിന്തുണ, അതുമായി ബന്ധപ്പെട്ട വല്ല കേസുമാണെങ്കിൽ അത് കാരണം നമ്മുടെ ഫാത്തിഹയുടെ തുടർച്ച മുറിയില്ല. അതല്ലാതെ നമ്മൾ ഫാത്തിഹ ഓതുന്നതിൻ്റെ ഇടയിൽ ബാങ്ക് കൊടുത്തു, അപ്പൊ നമ്മൾ ആ ബാങ്കിന് ഇജാബത്ത് കൊടുത്തു, അത് ഫാത്തിഹയുടെ ഇടയിൽ കൊടുക്കേണ്ട സാധനമില്ലല്ലോ. അങ്ങനെ നമ്മൾ കൊടുത്താൽ നിസ്കാരമൊന്നും ബാത്തിലാവില്ല, പക്ഷെ അതുവരെ ഓതിയ ഫാത്തിഹ ബാത്തിലാവും. അല്ലെങ്കിൽ ഒരാൾ വെറുതെ ആവശ്യമില്ലാതെ രണ്ടായത്തിൽ കഴിഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ്, ഒരു അൽഹംദുലില്ലാഹ്, ഒരു അല്ലാഹു അക്ബർ വെറുതെ ഇടയിൽ ദിക്ർ ചൊല്ലുക. അങ്ങനെ ചൊല്ലിയാലും ഫാത്തിഹയുടെ തുടർച്ച ബാത്തിലാകും, ആ ഫാത്തിഹ ശരിയാവില്ല. അപ്പോൾ ഫാത്തിഹയ്ക്കിടയിൽ ഫാത്തിഹയുമായി ബന്ധമില്ലാത്ത അല്ലെങ്കിൽ ഇമാമിന് വേണ്ടി അല്ലാത്ത ഒരു ദിക്റും ഒരു ദുആഉം ഫാത്തിഹയ്ക്കിടയിൽ വരാനേ പാടില്ല. ഫാത്തിഹയുടെ തുടർച്ച കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് ഫാത്തിഹയുടെ ഏറ്റവും വലിയ നിബന്ധന. അതാണ് നമ്മളുടെ ഇന്നത്തെ വിഷയം. ഒന്ന് അർത്ഥം വെച്ച് നോക്കാം നമ്മൾ. അതാണ് അൽ ഖാമിസു, 5ാമത്തെ നിബന്ധന, അൽ മുവാലാത്തു ബൈന കലിമാതിഹ, ഫാത്തിഹയുടെ വാക്കുകൾക്കിടയിൽ തുടർച്ച സൂക്ഷിക്കുക, തുടർച്ച പാലിക്കുക. തുടർച്ചയായി തുടരെയായി ഒരായത്ത് കഴിഞ്ഞാൽ ഉടനെ മറ്റേ ആയത്ത് എന്ന നിലക്ക് തുടർച്ചയായി ഓതുക. അപ്പോൾ മനഃപൂർവം, അത് അടിവരേണ്ട കേസാട്ടോ, മനഃപൂർവം ഫാത്തിഹയ്ക്കിടയിൽ ഒരാൾ മൗനം പാലിച്ചു, സമനൻ ത്വീലൻ, ദീർഘമായ സമയം. അപ്പൊ ദീർഘമായ സമയം
ഒരാൾ മനഃപൂർവ്വം ഫാത്തിഹയ്ക്കിടയിൽ മൗനം പാലിച്ചു, ഒരായത്ത് കഴിഞ്ഞ് അടുത്ത ആയത്ത് ഓതാൻ ഒരു 2-3 മിനിറ്റ് മിണ്ടാതിരുന്നു എന്നർത്ഥം. അങ്ങനെ ദീർഘമായ സമയം മിണ്ടാതിരിക്കുകയോ അല്ലെങ്കിൽ ഔ യസീറൻ മനഃപൂർവ്വം അല്പസമയമാണ് മിണ്ടാതിരുന്നത്, പക്ഷേ ആ അല്പസമയത്തെ മൗനം കൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നത് പാരായണം തന്നെ അവസാനിപ്പിക്കാനാണ്, പാരായണം മുറിക്കാനാണ്. ഫാത്തിഹ ഓതിയത് ഇപ്പൊ അത്ര മതി എന്ന് വിചാരിച്ച് ഞാനിവിടെ അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിച്ച് 3 ആയത്ത് ഓതി അവസാനിപ്പിച്ചാൽ അതിടക്ക് അങ്ങനെ നമുക്ക് സംഭവിക്കാറുണ്ട്. ഇപ്പോൾ സാധാരണ ഇപ്പോൾ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇമാമിന്റെ ഫാത്തിഹ കഴിഞ്ഞ് ഇമാമ് നമുക്ക് കുറച്ച് സമയം തരണം ഫാത്തിഹ ഓതാൻ, സൂറത്ത് ഓതുന്നതിന്റെ മുമ്പായിട്ട്. ആ സമയത്ത് ഇമാമിന്റെ ഫാത്തിഹക്ക് ആമീനൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫാത്തിഹ ഓതേണ്ടത്. അപ്പൊ നമ്മളെ ഇപ്പോൾ ഓർമ്മയില്ലാതെ ഫാത്തിഹ അങ്ങോട്ട് ഓതും. 2ാമത്തെ റക്അത്തിലൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്. 2-3 ആയത്ത് ഓതുമ്പോഴാണ് ഇമാം ഓതുണ്ടല്ലേ, എന്നാ പിന്നെ തൽക്കാലം പോടക്കട്ടെ, നമുക്ക് ഫാത്തിഹ കഴിഞ്ഞിട്ട് ഓതാം. അത് അവിടെ അവസാനിപ്പിക്കുകയാണെന്ന് വിചാരിച്ചിട്ട് അവിടെ മൗനം പാലിച്ചതാണെങ്കിൽ, കുറഞ്ഞ സമയം മൗനം പാലിച്ചതാണെങ്കിൽ അതോടുകൂടി ആ ഫാത്തിഹ ബാത്തിലെ ഇനി നമുക്ക് വലദ്ദാലീൻ ആമീൻ കഴിഞ്ഞാൽ പിന്നെ ആദ്യം മുതൽക്ക് തന്നെ ഫാത്തിഹ ആരംഭിക്കണം. ഇവിടെ അങ്ങോട്ട് തുടങ്ങാൻ പറ്റില്ല. അപ്പോ മനഃപൂർവ്വം അല്പസമയം മൗനം പാലിച്ചു, ഖിറാഅത്ത് മുറിക്കുകയാണ്, അവസാനിപ്പിക്കുകയാണെന്ന് അവൻ ഉദ്ദേശിക്കുകയും ചെയ്താൽ അവന്റെ ഖിറാഅത്ത് ബാത്തിലാകും എന്നാണ് പറഞ്ഞു വരുന്നത്. അതുപോലെ ഔ ഖല്ലലഹ ബിദിക്രി, അല്ലെങ്കിൽ ഫാത്തിഹക്ക് ഭംഗം വരുത്തി, ഫാത്തിഹയുടെ തുടർച്ചയ്ക്ക് ഇടർച്ച വരുത്തി. എന്തുകൊണ്ട്? ബിദിക്രി, വേറെ വല്ല ദിക്റും കൊണ്ട്. ഇപ്പൊ സുബ്ഹാനല്ലാഹ് അല്ലെങ്കിൽ അൽഹംദുലില്ലാഹ്, അർറഹ്മാനിർ റഹീം, സുബ്ഹാനല്ലാഹ്, എന്നിട്ട് മാലികി യൗമിദ്ദീൻ പറ്റൂല. ആ 2 ആയത്തിന്റെ ഇടയിൽ വേറെ ഒരു ദിക്ർ കൊണ്ടുവരാൻ പറ്റൂല. അതുപോലെ തന്നെ ഔ ആയത്തിൻ ഉഖ്റാ, അല്ലെങ്കിൽ വേറെ വല്ല ആയത്തും ഫാത്തിഹയിലല്ല, ഫാത്തിഹയിലുള്ളതല്ലാത്ത, ഫാത്തിഹയുമായി ബന്ധമില്ലാത്ത വേറെ വല്ല ആയത്തും ഇടയിൽ കൊണ്ടുവന്നു. അപ്പൊ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, എന്നിട്ട് അർറഹ്മാനിർ റഹീം അത് പാടില്ല. അപ്പൊ ഇടയിൽ മറ്റു ആയത്തുകൾ കൊണ്ടുവരികയോ ചെയ്താൽ, അല്ലെങ്കിൽ ഔ ഇജാബത്തി മുഅദ്ദിൻ, അല്ലെങ്കിൽ ബാങ്ക് കൊടുത്ത ഒരാൾക്ക് ഇജാബത്ത് കൊടുക്കുക, അല്ലെ? ബാങ്ക് കൊടുക്കുന്നയാൾക്ക് നമ്മൾ ഇജാബത്ത് കൊടുക്കുമല്ലോ, ബാങ്കിന് ഇജാബത്ത് പറയും. അങ്ങനെ ബാങ്ക് അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ നമ്മൾ അല്ലാഹു അക്ബർ എന്ന് നമ്മൾ ബാങ്കിന് ഇജാബത്ത് കൊടുത്തു ഫാത്തിഹയുടെ ഇടയിൽ, അപ്പോഴും ആ ഫാത്തിഹ മൊത്തം ബാത്തിലായി പോകും. അതുപോലെ ഔ ഫത്ഹിൻ അലാ ഗൈരി ഇമാമിഹി, അവന്റെ ഇമാം അല്ലാത്തവർക്ക് അവൻ പറഞ്ഞു കൊടുത്തു, തെറ്റിയത് പറഞ്ഞു കൊടുത്തു. സ്വന്തം ഇമാമിനെ എന്തെങ്കിലും പിഴവ് പറ്റിയിട്ട് അത് നമ്മൾ തിരുത്തി കൊടുക്കുകയാണ്, ആ ഖിറാഅത്തിൽ വന്ന പിഴവ് നമ്മൾ ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ്, എന്നാൽ കുഴപ്പമില്ല. അതേസമയം നമ്മുടെ ഇമാമല്ല, നമ്മളിവിടെ ഒറ്റക്ക് നിസ്കരിക്കുകയാണ്, അപ്പുറത്ത് വേറെ ഒരു ഇമാമിന് പിഴച്ചാ കിടങ്ങാറായി നിൽക്കുക. അപ്പൊ നമ്മൾ മൂപ്പർക്കുള്ളത് ഇവിടുന്ന് ഓതി കൊടുക്കുക. ഖുർആൻ ഓതിയത് കൊണ്ട് നിസ്കാരം ബാത്തിലാവുന്നില്ല, പക്ഷെ അങ്ങനെ നമ്മൾ ഓതി കൊടുത്താൽ നമ്മളുടെ ഖിറാഅത്ത് ബാത്തിലാകും. അപ്പോ ഔ ഫത്ഹിൻ അലാ ഗൈരി ഇമാമിഹി, ഈ ഫാത്തിഹ ഓതുന്നവന്റെ ഇമാം അല്ലാത്ത മറ്റൊരാൾക്ക് ഫത്ഹ് ചെയ്തു കൊടുക്കുക. തെറ്റുവന്ന് മുമ്പോട്ട് പോകാൻ കഴിയാതെ വിഷമിക്കുമ്പോൾ അത് തിരുത്തി അദ്ദേഹത്തെ സഹായിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്യുന്നത് കാരണം അവന്റെ ഖിറാഅത്ത് ബാത്തിലാകുന്നതാണ്. സവാഉൻ ഖല്ല ഔ കസുറ, ഫാത്തിഹയുമായി ബന്ധമില്ലാത്ത ആയത്തും ഇതുപോലെയുള്ള ദിക്റുകളൊക്കെ ഇടയിൽ കൊണ്ടുവരുമ്പോൾ അത് കൂടുതലുണ്ടോ കുറച്ചേ ഉള്ളൂ എന്ന് നോക്കൊന്നുമില്ല. ഫാത്തിഹയുമായി ബന്ധമില്ലാത്ത ദിക്റോ ആയത്തോ കൊണ്ടുവരുമ്പോൾ സവാഉൻ ഖല്ല ഔ കസുറ, അത് വളരെ കുറഞ്ഞതാവട്ടെ അതല്ലെങ്കിൽ കൂടുതലുള്ളതാവട്ടെ, എങ്ങനെയുള്ളതായാലും ഫാത്തിഹയുമായി ബന്ധമില്ലാത്ത ആയത്തുകളോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ദിക്റുകളോ കൊണ്ടുവന്നാൽ ബത്ലത് ഖിറാഅതുഹു, ഫാത്തിഹയുടെ ഖിറാഅത്ത്, അവന്റെ ഖിറാഅത്ത് ബാത്തിലാകുന്നതാണ്. അതെന്ന് പറഞ്ഞാൽ ഇതുവരെ ഓതിയത് ഇനി പരിഗണിക്കില്ല, ഇനി എന്ത് ചെയ്യണം? ഫാത്തിഹ ആദ്യം മുതൽക്ക് തന്നെ ആരംഭിക്കേണ്ടി വരും. അതാണ് ഖിറാഅത്ത് ബാത്തിലായി എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന പ്രശ്നം. അപ്പോൾ നിസ്കാരമൊന്നും ബാത്തിലാവില്ല, ഫാത്തിഹ തൽക്കെന്ന് ഓതിയാൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോ ഖിറാഅത്ത് ബാത്തിലാകുന്ന രൂപം
മനഃപൂർവ്വം ദീർഘമായ സമയം മിണ്ടാതിരിക്കുക ഒന്ന്. അതല്ലെങ്കിൽ ഫാത്തിഹ ഓത്ത് അവസാനിപ്പിക്കുകയാണെന്ന് വിചാരിച്ചിട്ട് ഇടയിൽ നിർത്തിയിട്ട് കുറഞ്ഞ സമയമെങ്കിലും മിണ്ടാതിരിക്കാം. 2. മൂന്നാമത്തത് ആവശ്യമില്ലാതെ ഫാത്തിഹയുമായി ബന്ധമില്ലാത്ത വല്ല ദിക്റോ ആയത്തോ ഫാത്തിഹയ്ക്കിടയിൽ കൊണ്ടുവരിക. ഇത്തരം കാരണങ്ങളെ കൊണ്ട് ഫാത്തിഹയുടെ ഖിറാഅത്ത് ബാത്തിലാകും. ഇനിയോ വലാ യൻഖതിഉ, ഇനി പറയാൻ പോണ കാര്യങ്ങളെ കൊണ്ട് ഫാത്തിഹയുടെ തുടർച്ച മുറിയുകയില്ല, തുടർച്ചയ്ക്ക് ഭംഗം വരില്ല. വലാ യൻഖതിഉ, ഫാത്തിഹയുടെ തുടർച്ച മുറിയില്ല. ബിതഅ്മീനിഹി ലിതഅ്മീനിൽ ഇമാം, ഇമാം ആമീൻ പറഞ്ഞതിന് വേണ്ടി ഇവനും ആമീൻ പറഞ്ഞതാണ്. അപ്പൊ ഇമാം വലദ്ദാല്ലീൻ ആമീൻ, അപ്പൊ ഇമാമിന്റെ കൂടെ ആമീൻ പറയാൻ വേണ്ടിയിട്ട് അവൻ ഫാത്തിഹയുടെ ഇടയിൽ വെച്ച് ആമീൻ പറഞ്ഞതാ. എന്നാ മുറിയില്ല, ഫാത്തിഹയുടെ തുടർച്ച മുറിയില്ല. ആമീൻ പറഞ്ഞതിന് ശേഷം അവൻ എവിടെയാണോ വെച്ചത് അവിടുന്ന് അങ്ങോട്ട് ബാക്കി ഓതിയാൽ മതിയാകും. അതുപോലെ ഔ സുജൂദിഹി ലിസജ്ദതിഹി, ഇമാം സുജൂദ് ചെയ്തത് കൊണ്ട് ഇവനും സുജൂദ് ചെയ്തു. അപ്പൊ ഇമാം ഏതോ സജിദയുടെ ആയത്ത് ഓതിയതാ. സജിദയുടെ ആയത്ത് ഓതുമ്പോൾ സ്വാഭാവികമായിട്ടും ഇമാം നേരെ തിലാവത്തിന്റെ സുജൂദിലേക്ക് പോകും. അപ്പൊ നമ്മൾ ഫാത്തിഹ പൗതിയിലായിട്ടുള്ള പഠിച്ചോനെന്ന് വിചാരിച്ചിട്ട് പോവാതെ നിൽക്കണ്ട. ഇമാമിന്റെ കൂടെ നേരെ പോവുക, തിലാവത്തിന്റെ സുജൂദ് ചെയ്യുക, തിരിച്ച് നേരെ വന്നിട്ട് എവിടെയാണോ ഫാത്തിഹ എത്തിയിരുന്നത് അതിന്റെ ബാക്കി ഓതിയാൽ മതി. അപ്പൊ ഇമാമിന്റെ തിലാവത്തിന്റെ സുജൂദിന് വേണ്ടി സുജൂദ് ചെയ്തതാണെങ്കിലും ഫാത്തിഹയുടെ തുടർച്ച മുറിയില്ല. അതുപോലെ ഔ ദുആഇഹി ലിഖിറാഅതിഹി, ഇമാമിന്റെ ഖിറാഅത്തിനു വേണ്ടി അവൻ ദുആ ചെയ്തതാണെങ്കിലും മുറിയൂല. ഇമാമിന്റെ ഖിറാഅത്തിന് വേണ്ടി ദുആ ചെയ്യാന്ന് പറഞ്ഞാൽ ഇമാം അദാബിന്റെ ആയത്തോതുമ്പോൾ അദാബിനെ തൊട്ട് കാവൽ തേടണം. സ്വർഗത്തെക്കുറിച്ചും റഹ്മത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അള്ളാഹുവിന്റെ റഹ്മത്ത് ചോദിക്കണം. നമുക്കൊക്കെ പരിചയമുള്ളതാണ്. ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും. അല്ലാഹു തആല സർവ്വ മനുഷ്യരെയും ഹിസാബ് ചെയ്യുന്നു പറയുന്നിടത്ത് നമ്മൾ പറയും അല്ലാഹുമ്മ യസ്സിർ അലൈനാ ഹിസാബനാ, അല്ലെങ്കിൽ റബ്ബി യസ്സിർ അലൈന ഹിസാബി, പഠിച്ചോളെ എൻ്റെ ഹിസാബ് എനിക്ക് എളുപ്പാക്കണേ, ഞങ്ങളുടെ ഹിസാബ് ഞങ്ങൾക്ക് എളുപ്പാക്കി തരണേ എന്ന പ്രാർത്ഥന മലയാളത്തിൽ ദുആ ചെയ്തിട്ടോ അത് വരുന്നുണ്ട്. മലയാളത്തിൽ മിണ്ടിപ്പോകരുത്. നിസ്കാരത്തിനിടയിൽ മലയാളത്തിൽ ദ്വാരക്കാനേ പാടില്ല. നാവ് കൊണ്ടെങ്ങാനും മലയാളത്തിൽ ദുആ ചെയ്താൽ അതോടുകൂടി ബാത്തിലാകും. അറബിയിൽ നമുക്ക് ദുആ ചെയ്യാം. അപ്പൊ അറബിയിലുള്ള അത്തരം പ്രാർത്ഥനകൾ അത് ഇമാമിന്റെ ദുആ, ഇമാമിന്റെ ഖിറാഅത്തിനോടനുബന്ധിച്ചു വന്നിട്ടുള്ള പ്രാർത്ഥനയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇമാമ് സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അല്ലാഹുമ്മ യസ്സിർ ഹിസാബി എന്ന് ദുആ ചെയ്തതാണ്. കുഴപ്പമില്ല. ബാക്കി ഫാത്തിഹയുടെ ബാക്കി അങ്ങ് ഓതിയാൽ മതി. ഔ ഫത്ഹിഹി അലൈഹി, അല്ലെങ്കിൽ ഇമാമിന് ചൊല്ലിക്കൊടുക്കുക, ഇമാമിന് പറഞ്ഞു കൊടുക്കുക. എപ്പോൾ ഇദാ ഗലത, ഇമാമിന് പിഴവ് സംഭവിച്ചാൽ, ഇമാം ഓതുന്നിടത്ത് പഴച്ചു, അടുത്ത ആയത്ത് ഏതാണെന്ന് കിട്ടുന്നില്ല, ഏതാണ് ബാക്കി ഓതേണ്ടതെന്ന് അറിയുന്നില്ല. അങ്ങനെ അദ്ദേഹം ബുദ്ധിമുട്ടായി നിൽക്കുന്ന സമയത്ത് ബാക്കി ഓതാനുള്ള, അയാൾക്ക് മുന്നോട്ട് പോകാനുള്ള കവാടം തുറന്നു കൊടുക്കുക. പോട്ടെ പോട്ടെ മുമ്പോട്ട് പോട്ടെ. അപ്പോ ഇമാം ഇപ്പം ഇങ്ങനെ വദ്ദുഹ ഓതിയിരുന്നു, അലം യജിദ്ക യതീമൻ ഫആവ, അടുത്ത ആയത്ത് കിട്ടുന്നില്ല. നമ്മളാണെങ്കിൽ ഫാത്തിഹ നടക്കെത്തിയിട്ടുള്ളത് നമ്മൾ ഓതി കൊടുക്കണം. വവജദക ളാല്ലൻ ഫഹദ, അപ്പം ഇമാമിനെ കിട്ടി. ആ ഇമാമിന് ബാക്കി ഓതിക്കോളും, കൊട്ടങ്ങനെ ഓതിക്കോളും. നമുക്ക് എന്ത് ചെയ്യാം, ഫാത്തിഹ എവിടെ എത്തിയതെന്ന് വെച്ചാൽ അവിടെ നിന്ന് ബാക്കി ഓതിയാൽ മതി. അത് നമ്മളുടെ ഒരു ഉത്തരവാദിത്തമാണ്. ഇമാമിന്റെ ബാക്കിൽ നിൽക്കുമ്പോൾ ഇമാമിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. ഇമാം ആമീൻ പറയുമ്പോൾ ആമീൻ പറയാം, ഇമാം സുജൂദിലേക്ക് പോകുമ്പോൾ സുജൂദിലേക്ക് പോകുക. അങ്ങനെ ഇമാമിന്റെ കൂടെ നിലയുറപ്പിക്കുക എന്നുള്ളത് മഅ്മൂമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധ്യതയാണ്, അനിവാര്യമാണ്. അപ്പോ ആ ഒരു നിർബന്ധമായ കാര്യം നിർവഹിക്കാൻ വേണ്ടി ആയതുകൊണ്ട് ഇളവുണ്ട്, കുഴപ്പമില്ല. അപ്പൊ ഫാത്തിഹയുടെ തുടർച്ച അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് മുറിയുകയില്ല എന്നർത്ഥം. ഇനി മറ്റൊന്ന്, ഔ സകതൽ ഖാരിഉ തവീലൻ നാസിയ, അല്ലെങ്കിൽ ഫാത്തിഹ ഓതുന്ന വ്യക്തി, ഔ സകതൽ ഖാരിഉ, ഫാത്തിഹ ഓതുന്ന ഖാരി, പാരായണം ചെയ്യുന്ന വ്യക്തി മൗനം പാലിച്ചു, തവീലൻ ദീർഘസമയം, പക്ഷേ നാസിയൻ മറന്നായിരുന്നു, മറന്നുകൊണ്ട് ദീർഘമായ സമയം മിണ്ടാതിരുന്നു പോയതാണ്, കുഴപ്പമില്ല. മറന്നുകൊണ്ട് ദീർഘമായ സമയം മിണ്ടാതിരുന്നു പോയതാണ്, കുഴപ്പമില്ല. നേരത്തെ പറഞ്ഞത് മനഃപൂർവ്വമായിരുന്നു. മനഃപൂർവ്വം ദീർഘമായ സമയം മിണ്ടാതിരുന്നാൽ അതോടുകൂടി ഖിറാഅത്ത് ബാത്തിലാകും.
മറന്നുകൊണ്ടാണെങ്കിൽ ബാത്തിലാവുകയും ഇല്ല. അതാണ് മറന്നുകൊണ്ട് ദീർഘമായ സമയം മൗനം പാലിച്ചാലും ഖിറാഅത്ത് മുറിയുകയില്ല. അപ്പോൾ എവിടെ വരെയാണ് എത്തിയെന്ന് വെച്ചാൽ ബാക്കി അങ്ങോട്ട് ഓതിയാൽ മതി, മറന്നുകൊണ്ടാണെങ്കിൽ. അപ്പോൾ ഇതാണ് ഫാത്തിഹയുടെ തുടർച്ച പാലിക്കണമെന്ന് പറയുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇമാമുമായി ബന്ധപ്പെട്ട് മഅ്മൂം ചെയ്തു കൊടുക്കേണ്ട കർത്തവ്യത്തിന്റെ ഭാഗമായി വരുന്ന ചില കാര്യങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഇടർച്ചയ്ക്ക് ഭംഗം വരികയാണെങ്കിലും കുഴപ്പമില്ല. അതുപോലെ തന്നെ മറന്നുകൊണ്ടാണെങ്കിലും കുഴപ്പമില്ല. മനഃപൂർവമാണെങ്കിലും അതുപോലെ തന്നെ ഇമാമുമായി ബന്ധപ്പെടാതെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മളെ അടിയിൽ കൊണ്ടുവന്നതെങ്കിലും നമ്മളുടെ ഖിറാഅത്ത് അതോടുകൂടെ ബാത്തിലാകും. ഫാത്തിഹ തുടക്കം മുതൽ ആരംഭിക്കേണ്ടിയും വരും. ഇതാണ് ഈ മുവാലാത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അല്ലാഹു ജല്ല ജലാലുഹു നമ്മെ സ്വീകരിക്കട്ടെ. നമ്മളുടെ എല്ലാ അമലുകളും അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. നാഫിയായ ഇൽമ് അല്ലാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. നമുക്ക് ആ ഇൽമിൽ വർധനമുണ്ടാവാൻ വേണ്ടി മഹാന്മാരുടെ പേരിൽ, നമ്മുടെ മുസന്നിഫിൻ്റെ പേരിൽ സൂറത്തുൽ ഫാത്തിഹ ഓതാം. ഇലാ ഹളറാത്തിഹിം الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.